അസ്സലാമു അലൈക്കും. ഇന്നേ നമ്മൾക്ക് എണ്ണ കാച്ചാം. ഞങ്ങളിവിടെ എല്ലാവരും കാച്ചിട്ട് തേക്കണ ഒരു എണ്ണയാണ്. പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ കറ്റാർവാഴ, വേപ്പിൻ്റെ ഇല, അതേപോലെ തന്നെ കരിഞ്ജീരകം, പിന്നെ ഉലുവ. പിന്നെ അപ്പോൾ 1 കിലോ വെളിച്ചെണ്ണയിൽക്കാണിത്. ഇത് ഞങ്ങൾ സ്ഥിരമായിട്ട് കാച്ചിട്ട് തേക്കുന്നതാണ്. അപ്പം മുടിയൊന്നും തീരെ കൊഴിയായില്ല, ആവശ്യത്തിനൊക്കെ കൊഴിയും. ഒരു 4.25% മുടി കൊഴിയില്ല, താരന് തീരെ ഉണ്ടാവില്ല. എനിക്കും മോൾക്കും അത്യാവശ്യത്തിനുള്ള മുടിയുണ്ട്, കുഴപ്പമില്ലാത്തത്. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് മക്കളും ഞങ്ങളും പിന്നെ ഉണ്ടാക്കിയിട്ട് തേക്കുന്ന എണ്ണാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻഷാ അല്ലാ എൻ്റെ വീഡിയോ നിങ്ങൾ കാണാം. ചെയ്യാന്ന് വെച്ചാൽ ഇത് 3-4 കൂടിയിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ട് വരിക. അടിച്ച് വന്നതിന് ശേഷം പിന്നെ അടുത്തത് കാണാം. അപ്പം നമ്മൾ കറ്റാർവാഴ അതും ഇടാം. വേപ്പിൻ്റെ ഇല കഴുകി വെച്ചതായിരുന്നു ഞാൻ. അതേപോലെ തന്നെ കരിഞ്ജീരകവും ഉലുവയും കൂടെ അതും ഇട്ട് കൊടുക്കണം. ഞാനിത് മിക്സ് ചെയ്തിട്ടാണ് അടിക്കൽ. അടിച്ചിട്ട് വരാം നമുക്ക്. അപ്പോൾ നമ്മൾ എണ്ണ കാച്ചാനായിട്ട് ആദ്യം ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഞാൻ ഇവിടെ കാച്ചൽ. ഇരുമ്പിൻ്റെ ചട്ടിയാണ് നല്ലത്. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്യാസ് ഓണാക്കാം. ഓണാക്കിയതിന് ശേഷം 1 കിലോ വെളിച്ചെണ്ണയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 1 കിലോ വെളിച്ചെണ്ണ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ സമയം ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നേരത്തെ നമ്മൾ അടിച്ചു വെച്ച കറ്റാർവാഴ. ഒരു മിനിറ്റ്. നേരത്തെ നമ്മൾ അടിച്ചു വെച്ച കറ്റാർവാഴ, വേപ്പിൻ്റെ ഇല, കരിഞ്ജീരകം, ഉലുവ ഇതെല്ലാം കൂടെ വെള്ളം ചേർക്കാതെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തതാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, വെളിച്ചെണ്ണയിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. ചെറിയ ചട്ടിയാണ് എൻ്റെ അടുത്തുള്ളൂ. ഇരുമ്പ് ചട്ടിയിൽ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, മറ്റുള്ള പാത്രങ്ങളിൽ പറ്റില്ല. അതാണ് ഞാൻ പിന്നെ തന്നെ എടുത്തത്. ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് വരണത്. കയ്യിലൊന്നും എവിടെ ആവാതെയും കണ്ടിട്ട് നമുക്കിത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വന്നിട്ട് നമ്മൾ ഈ ചേർത്തതെല്ലാം കൂടെ നല്ലോണം മൊരിഞ്ഞ് വരും. അപ്പോൾ പിന്നെ ഈ പൊട്ടലുണ്ടല്ലോ അതുണ്ടാവില്ല. നല്ല മൊരിഞ്ഞ് വന്നതിൻ്റെ ശേഷം പിന്നെ നമുക്ക് ഊറ്റിയെടുക്കാം. സാധനമൊക്കെ നല്ല വെന്തതിൻ്റെ ശേഷം നമ്മൾ എണ്ണ തിളച്ച് വരുന്നുണ്ട്. നല്ലോണം തിളച്ചിട്ട് വറ്റട്ടെ. വറ്റിയതിൻ്റെ ശേഷം നമുക്കിത് ചൂടാറിയിട്ട് പാത്രത്തിൽ ഒഴിക്കാം. അങ്ങനെ നമ്മൾ എണ്ണ റെഡി ആയിട്ടുണ്ട്, നല്ല തണുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അരിച്ചിട്ട് നമ്മൾക്ക് ഈ എണ്ണ വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. ഇന്നലെ ഞാൻ കുറച്ച് അരിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഇന്നലെ അരിച്ചെടുത്തതാണിത്. ബാക്കിയും കൂടെ 2 പ്രാവശ്യം ഞാൻ അരിച്ചെടുത്ത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒന്നുമില്ല കേട്ടോ. നമ്മൾക്കിത് ഒഴിഞ്ഞ ഒരു ടിന്നിലേക്ക് ഞാനിവിടെ ആക്കി വെക്കുന്നൊരു പാത്രമുണ്ട്. ഈ പാത്രത്തിൽ ഞാൻ ആക്കി വെക്കില്ല. അപ്പോൾ അതിലേക്ക് നമുക്ക് ആക്കി വെക്കാം. അപ്പോൾ ഞാൻ എണ്ണ ഒക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ കരിഞ്ഞ സാധനങ്ങളാണ്. അപ്പോൾ 1 കിലോ വെളിച്ചെണ്ണ ആയിരുന്നു. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയുള്ളൂ ഒക്കെ വറ്റിയിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നോക്കണം. എന്തായാലും 1 മാസം എന്തായാലും തേച്ച് നോക്കിയിട്ട് നിങ്ങൾ നല്ല റിസൾട്ടേ പറയുള്ളൂ. ഞാൻ ഉപയോഗിച്ചിട്ട് മോൾ ഉപയോഗിക്കുന്ന കാരണം കൊണ്ട്, അതിൻ്റെ റിസൾട്ട് ഉള്ളത് കാരണം കൊണ്ടാണ് പറയുന്നത്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് പറയുന്നത്. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കമൻറ്റ്, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ എൻ്റെ വീഡിയോ നിങ്ങൾ കാണണം. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും.